ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തേഴ്സ്ഡേ നികിയുടെ ഓഫ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി കാന്താര മൂവി കാണാൻ പോകണം എന്ന് വിചാരിക്കുന്നു. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പോകാൻ പറ്റാറില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. 5:10 സൂക്കിലായിരുന്നു ഷോ ഉണ്ടായിരുന്നത്. പക്ഷേ ലേറ്റ് ആവലും ഞങ്ങളുടെ കൂടപ്പിറപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് ലേറ്റായി. ഓൺ ടൈമിൽ അവിടെ എത്തില്ല എന്ന് ഉറപ്പായി. പിന്നെ ഫോൺ എടുത്ത് വേഗം സെർച്ച് ചെയ്തു. അപ്പോൾ 5:40 മുഷ്രീബിലുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ വിചാരിച്ചു അവിടെ പോവാമെന്ന്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 5:40 ഷോ. അപ്പോൾ അത്യാവശ്യം ടൈം ഉണ്ടെന്നുള്ളൊരു സന്തോഷമാണ് എൻ്റെ മുഖത്ത്. എപ്പോൾ ഇതിൽ പോകുമ്പോഴും പറയും ഖത്തർ എയർവേസിൻ്റെ ഹെഡ് ഓഫീസാണിതെന്ന്. എനിക്കറിയുന്ന കാര്യമാണ്. 3 വർഷമായി ഞാൻ കാണുന്നു. ഇത് പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ണിൻ്റെ ഷേപ്പിലാണ്. ഇത് ഇവരുടെ ഹെഡ് ഓഫീസാണ്. അങ്ങനെ ഞങ്ങൾ മുഷ്രീബിലെത്തി. എനിക്കിവിടെ എത്തുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഖത്തറാണോ എന്ന് തോന്നും. ബിക്കോസ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വേറെ പോലത്തെ ഒരു ബിൽഡിങ്ങും സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര പോഷ് ഏരിയ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മുഷ്രീബ് ഗലേറിയ ഇതൊരു മാളാണ്. അപ്പോൾ ഞങ്ങളിവിടെ നോ സിനിമാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരു അരമണിക്കൂറിൽ കൂടുതൽ നമുക്കുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫിലിം കാണാനാണെങ്കിലും അല്ലാതെ ചുമ്മാ കറങ്ങാനൊക്കെ വന്നിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ പുതുതായിട്ട് അങ്ങനെ കാണാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ കറങ്ങി. പിന്നെ നോ സിനിമാസ് വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. നമുക്ക് അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് അവിടെയൊക്കെ കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി. സീറ്റൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ വാങ്ങേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങി. ഞാനൊരു കോക്കും പോപ്കോണാണ് വാങ്ങിയത്. നികിയാണെങ്കിൽ എന്തോ ഡ്രിങ്ക്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ ഞാനൊന്ന് വാഷ്റൂമിൽ പോയപ്പോൾ എനിക്ക് മുടി കിട്ടിയത് എന്തോ അപ്പം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ അതങ്ങോട്ട് ഓപ്പൺ ഹെയർ ആക്കി അഴിച്ചിട്ടു. അപ്പോൾ എനിക്ക് ചോദിക്കുമായിരുന്നു നീ ഇങ്ങനെയല്ലല്ലോ അകത്തേക്ക് പോയതെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു. കാരണം 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോക കാണാൻ പോയ പോലെ ആവല്ലേ എന്ന് ഓർത്താണ് ഞാൻ വലത് കാല് വെച്ച് കയറിയത്. കാരണം അന്ന് ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ നികിനോട് പറയുമായിരുന്നു ഇന്ന് എന്താണാവോ എന്ന്. അതേപോലെ തന്നെ ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നികിനോട് ചോദിച്ചു എന്താ നികി നമ്മൾ ഫിലിം കാണാൻ വരുമ്പോൾ മാത്രം ആരും വരാത്തതെന്ന്. കാരണം എനിക്ക് ലോക തന്നെ അങ്ങനെ ഇരുന്ന് കണ്ടിട്ട് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ കാന്താരയിലാണെങ്കിലും കുറച്ച് ബഹളമൊക്കെയുള്ള ഫിലിമാണല്ലോ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് പേടിയായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് ഫിലിം തുടങ്ങാറായപ്പോഴത്തേനും ഒരു 10-12 പേര് എവിടെ നിന്നൊക്കെയോ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സമാധാനമായി. പിന്നെ എപ്പോൾ പോകുമ്പോഴും ഞങ്ങൾക്ക് ഇതേപോലെ ഒഴിഞ്ഞ് കിട്ടും കേട്ടോ. ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ. ഫിലിമിൻ്റെ 2-3 സെക്കൻഡ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. പക്ഷെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണേണ്ട ഫിലിം തന്നെയാണ്. നല്ല അടിപൊളി മേക്കിങ്ങും ആക്ടിങ്ങും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നികിയും പറഞ്ഞു ഇടണ്ടാന്ന്. ഫിലിം സൂപ്പർ, ഒന്നും പറയാനില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് അവിടേക്കൊന്ന് കറങ്ങി കാണാനൊന്നുമില്ല. ബിക്കോസ് ഞങ്ങൾ വന്ന സ്ഥലങ്ങൾ തന്നെയാണ്. എന്നാലും ഇവിടെ വരെ വന്നതല്ലേ എന്നോർത്തിട്ട് ചുമ്മാ അവിടെ ഫുള്ളിങ്ങനെ നടന്നു കുറച്ച് നേരം. പിന്നെ ഞങ്ങൾ നേരെ മത്തർ കദീമിലേക്ക് പോയി. ഞാൻ മെട്രോനാണ്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സെയ്ദിൻ്റെ ചായക്കടയിൽ തന്നെ കറങ്ങി തിരിഞ്ഞെത്തി. കാരണം എനിക്കൊരു നാടൻ ഫുഡ് കഴിക്കാനുള്ള ഒരു മൈൻഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നികിക്കാണ് കേട്ടോ. ഞാൻ ഐസ്ക്രീം കഴിച്ചു. കാരണം നികി അത് കഴിക്കാറില്ല. പിന്നെ ഞാൻ ഒരു കപ്പയും ബീഫ് കറിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും കഴിച്ചിട്ട് ഞങ്ങളുടെ വീക്ക്ലി ഷോപ്പിങ്ങിന് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ കയറി. ഇനി വ്യാഴാഴ്ച പർച്ചേസിങ്ങിന് വരില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല തിരക്കായിരുന്നു കേട്ടോ. ബില്ലടിക്കാനൊക്കെ ക്യൂ ആയിരുന്നു. പിന്നെ ക്യാബ് ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.